കഴിഞ്ഞ ടെസ്റ്റിൽ തന്റെ വേഗം വേണ്ടത്ര പോരെന്ന് പറഞ്ഞ മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തുകൾക്ക് ഇക്കുറി യശസ്വി ജയ്സ്വാളിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർക്ക് പിന്നെ തനിക്കെതിരെ ബൗൺസറുകൾ എറിഞ്ഞ ഹർഷിത് റാണയെ അതിലും വേഗമേറിയ ബൗൺസറുകൾ എറിഞ്ഞങ്ങ് ഭയപ്പെടുത്തുകയും ചെയ്തു. ഓസീസ് ബോളർമാർ പേസ് കൊണ്ട് ഇന്ത്യൻ ബാറ്റർമാരെ അങ്ങ് വരിഞ്ഞു മുറുക്കിയപ്പോൾ ഇന്ത്യൻ ആരാധകർ സ്വപ്നം കണ്ടതുപോലെയൊരു അത്ഭുതമൊന്നും ഈ പിങ്ക് ബോൾ ടെസ്റ്റിൽ സംഭവിച്ചതുമില്ല. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ നാണം കെട്ട തോൽവിയേറ്റ് വാങ്ങുകയായിരുന്നു രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ. 10 വിക്കറ്റിന്റെ ഏകപക്ഷീയമായ ജയമാണ് ടെസ്റ്റിൽ നിലവിലെ ലോക ചാമ്പ്യന്മാർ കൂടിയായ കമ്മിൻസിന്റെ ഓസീസ് സ്വന്തമാക്കിയത്. അതോടെ ഈ 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഓസീസ് 1-1 ഒപ്പം എത്തുകയും ചെയ്തിരിക്കുകയാണ്. Another terrific performance by Australia has derailed India എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് ഈ ടെസ്റ്റിൽ ഇന്ത്യയുടെ പരാജയ കാരണം? എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ആഗമനം ഇന്ത്യക്ക് ഗുണമായോ അതോ ദോഷമായോ? ടീം കോമ്പിനേഷനിൽ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇപ്പോഴത്തെ പുതിയ പട്ടിക പ്രകാരം ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ശരിക്കും രണ്ടാം ദിനം തന്നെ പിങ്ക് ബോൾ ടെസ്റ്റിന്റെ വിധി ഏതാണ്ട് കുറിക്കപ്പെട്ടിരുന്നു. കാരണം 157 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ ശേഷം ഇറങ്ങിയ ഇന്ത്യ 5 വിക്കറ്റിന് 128 റൺസാണ് തലേ ദിവസം കളി അവസാനിപ്പിച്ചത്. ഈ ദിവസം ഏതാണ്ടെല്ലാം ചടങ്ങ് പോലെയായിരുന്നു. മൂന്നാം ദിനം രാവിലെ ആദ്യ ഓവറിൽ തന്നെ ഋഷഭ് പന്ത് പുറത്തായതോടെ ഇന്ത്യയുടെ തോൽവി ഏതാണ്ട് ഉറപ്പാവുന്നു. നിതീഷ് റെഡ്ഡി 42 റൺസ് ഒരിക്കൽ കൂടി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും വെറും 18 റൺസിന്റെ നേരിയ ലീഡ് മാത്രമേ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. 19 റൺസിന്റെ ഈ ഒരു വിജയലക്ഷ്യം വെറും 3.2 ഓവറിൽ ഓസ്ട്രേലിയ മറികടക്കുകയും ചെയ്തു. ഋഷഭ് പന്തിന്റെ 28 റൺസ്, ഗിൽ 28, യശസ്വി ജയ്സ്വാൾ 24 ഇവർ മാത്രമാണ് 20+ സ്കോർ ചെയ്ത മറ്റു താരങ്ങൾ. KL രാഹുൽ 7, വിരാട് കോഹ്ലി 11, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 6, രവിചന്ദ്ര അശ്വിൻ 7, ഹർഷിത് റാണ 0 എന്നിവരെല്ലാം ബാറ്റിംഗിൽ വലിയ പരാജയമായി മാറുകയുണ്ടായി. ആദ്യ ഇന്നിംഗ്സിൽ മിച്ചൽ സ്റ്റാർക്ക് 6 വിക്കറ്റുകളോടെ ഇന്ത്യയുടെ അന്തകനായെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ നായകൻ പാറ്റ് കമ്മിൻസ് 5 വിക്കറ്റുകളുമായി അദ്ദേഹം ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നടുപൊടിക്കുകയായിരുന്നു. സ്കോട്ട് ബോളണ്ട് 3, സ്റ്റാർക്ക് 2 വിക്കറ്റുകളും രണ്ടാം ഇന്നിംഗ്സിൽ വീഴ്ത്തുകയും ചെയ്തു. ബാറ്റിംഗിൽ ഇന്ത്യയുടെ സ്ഥിരം പേടി സ്വപ്നമായ ട്രാവിസ് ഹെഡ് തന്നെയാണ് ഇത്തവണയും ഈ ടെസ്റ്റിൽ ഓസീസിന്റെ ഹീറോ ആയി മാറിയത്. 141 പന്തുകളിൽ 140 റൺസ് വാരിക്കൂട്ടിയ അദ്ദേഹമായിരുന്നു ഇരു ടീമുകളുടെയും ഡിഫറൻസ്. 17 4ഉം 4 6ഉം അടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ തകർപ്പൻ ഇന്നിംഗ്സ്. ഇന്ത്യൻ ബോളിംഗ് എടുത്താൽ ബുംറയും മുഹമ്മദ് സിറാജും 4 വിക്കറ്റുകൾ വീതം ആദ്യ ഇന്നിംഗ്സിൽ നേടുകയുണ്ടായി. അപ്പോൾ നേരത്തെ നമുക്കറിയാം പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീം 295 റൺസിന്റെ വലിയൊരു വിജയം നേടിയപ്പോൾ അത് ആഘോഷിച്ചപ്പോൾ ഇത്തരമൊരു ദുരന്തമായിരിക്കും ഈ രണ്ടാം ടെസ്റ്റിൽ രണ്ടാം അങ്കത്തിൽ കാത്തിരിക്കുക എന്ന് ഒരിക്കലും ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കനത്തൊരു തോൽവി ഇന്ത്യക്ക് നേരിട്ടത് എന്ന് ചികയുമ്പോൾ, ആ കാരണങ്ങളിലേക്ക് ചികയുമ്പോൾ തീർച്ചയായും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഇന്ത്യൻ പരാജയത്തിന് ഒരു കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും. രോഹിത് ശർമ്മയുടെ മോശം ക്യാപ്റ്റൻസി തന്നെയായിരുന്നു ഈ ടെസ്റ്റിൽ പല ഘട്ടങ്ങളിലും ഇന്ത്യയെ പിന്നോട്ട് വലിച്ചത്. ചില സമയത്ത് വിരാട് കോഹ്ലി ഗ്രൗണ്ടിൽ ഇടപെട്ടതിന്റെ പകുതി പോലും രോഹിത് ശർമ്മ ഗ്രൗണ്ടിൽ തന്റെ ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുമ്പ് മഹേന്ദ്ര സിംഗ് ധോണി ഇതേപോലൊരു ഓസീസ് പര്യടനത്തിനിടയ്ക്ക് ക്യാപ്റ്റൻസി വിരാട് കോഹ്ലിയെ ഏൽപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതുപോലെ രോഹിത് ശർമ്മയും അങ്ങനെയൊരു തീരുമാനം എടുക്കണമെന്നൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ ആരാധകർക്കിടയിൽ ശക്തമാണ്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ബോഡി ലാംഗ്വേജും ഫോമില്ലായ്മയും കണ്ടുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ ഇത്രയധികം ക്രൂരമായ രീതിയിൽ തന്നെ രോഹിത് ശർമ്മയെ വിമർശിക്കുന്നത്. നെവർ സീൻ രോഹിത് ശർമ്മ സ്ട്രഗിൾ സോ മച്ച്, ലുക്സ് അണ്ടർഡൺ എന്നാണ് രോഹിത്തിന്റെ ഈ മോശം ഫോം കണ്ട് ഹർഷ ബോഗ്ലെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന താരമാണ് രോഹിത് എന്ന കണക്കുകളും അദ്ദേഹത്തിന്റെ സമീപകാല ബാറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരാധകർ പറയുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. അഡലേഡിലെയും പെർത്തിലെയും ടീമിലെ ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് താരവും രോഹിത് ശർമ്മയായിരുന്നു. ആദ്യ ടെസ്റ്റിൽ KL രാഹുൽ ഫോമിലായതിനാൽ അദ്ദേഹം രോഹിത് ശർമ്മ സ്ഥിരം പൊസിഷൻ മാറ്റിക്കൊണ്ട് മധ്യനിരയിലേക്ക് ഇറങ്ങിയ രോഹിത് എവിടെയും ഫോം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ക്യാപ്റ്റൻ എന്ന നിലയിലോ ഒരു ബാറ്റർ എന്ന നിലയിലോ ടീമിനെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിന് തീർച്ചയായും കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല ആദ്യ ദിനം മുതൽ തന്നെ രോഹിത്തിന്റെ ശരീരഭാഷയും അത്ര ചേർന്നതായിരുന്നില്ല. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം വലിയ പരാജയമായി മാറിയ ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. നമുക്കറിയാം രോഹിത് ഈ ടെസ്റ്റ് കളിക്കാൻ വരുന്നത് ന്യൂസിലാൻഡുമായി അവസാനം കളിച്ച 3 ടെസ്റ്റുകളുടെ പരമ്പരയിലെ 6 ഇന്നിംഗ്സുകളിൽ ഒരേ ഒരു 50 മാത്രമാണ് അദ്ദേഹത്തിന് കുറിക്കാൻ സാധിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ടെസ്റ്റ് കളിക്കാൻ വരുന്നത്. ആ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ 100 റൺസ് പോലും ഹിറ്റ്മാന് തികക്കാൻ സാധിച്ചതുണ്ടായിരുന്നില്ല.
നമുക്കറിയാം പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യൻ ടീമിനെ നയിച്ചത്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. ആദ്യ ഇന്നിംഗ്സിൽ വെറും 150 റൺസിന് പുറത്തായിട്ടും ഓസീസിനെ 104 എറിഞ്ഞിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ബുംറയുടെ ബോളിംഗ് ആയിരുന്നു. 5 വിക്കറ്റുകളാണ് അദ്ദേഹം ആ ടെസ്റ്റിൽ പിഴുത്തത്. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയെ ഒന്നാം ഇന്നിംഗ്സിൽ തകർച്ചയുണ്ടായപ്പോൾ ആറാമനായി രോഹിത് ശർമ്മ എത്തുമ്പോൾ ഇതുപോലെ ഒരു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ മികവ് തന്നെയാണ് രോഹിത്തിൽ നിന്നും ടീം പ്രതീക്ഷിച്ചത്. പക്ഷേ 23 പന്തുകൾ നേരിട്ട് വെറും 3 റൺസിന് ഒന്നാം ഇന്നിംഗ്സിൽ പുറത്താവുകയായിരുന്നു അദ്ദേഹം. രണ്ടാം ഇന്നിംഗ്സിലും അദ്ദേഹം പരാജയമായി മാറുകയുണ്ടായി. നായകൻ എന്ന നിലയിലും അത്ര അഗ്രസീവായല്ല അദ്ദേഹം കാണപ്പെട്ടത്. ബോളിംഗ് റൊട്ടേഷനുകളിലും രോഹിത് ചില വീഴ്ചകൾ വരുത്തുകയുണ്ടായി. പേസ് ബോളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിൽ 18 ഓവറുകളാണ് രവിചന്ദ്ര അശ്വിനെ കൊണ്ട്, ഒരു സ്പിന്നറെ കൊണ്ട് അദ്ദേഹം ബോൾ ചെയ്യിച്ചത്. അദ്ദേഹം നേടിയതാവട്ടെ ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ്. മറുഭാഗത്ത് ഓസീസിന്റെ സ്റ്റാർ സ്പിന്നറായ നഥാൻ ലിയോണിന് 2 ഇന്നിംഗ്സുകളിലുമായി അവരുടെ ക്യാപ്റ്റൻ പന്ത് എറിയാൻ നൽകിയത് 1 ഓവർ മാത്രമാണ് എന്ന് അറിയുമ്പോഴാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എത്രത്തോളം ഡിഫൻസീവ് ആണ് എന്ന് നമുക്ക് ഈ ടെസ്റ്റിൽ മനസ്സിലാവുക. അതുമാത്രമല്ല, കഴിഞ്ഞ 12 ഇന്നിംഗ്സുകളിൽ നിന്നായി 8ാമത്തെ സിംഗിൾ ഡിജിറ്റിനാണ് അദ്ദേഹം ഈ ടെസ്റ്റിൽ പുറത്തായിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ തുടർച്ചയായ ന്യൂസിലാൻഡിനെതിരായ 3 ടെസ്റ്റ് തോൽവിക്ക് ശേഷം മറ്റൊരു തോൽവി കൂടി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ നേരിട്ടിരിക്കുകയാണ്. രണ്ടാമതായി ഓസ്ട്രേലിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ബോളിംഗിന് അത്ര മൂർച്ച ഉണ്ടായിരുന്നില്ല എന്ന് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. ഓസീസ് പേസർമാരുടെ പ്രകടനം എടുത്താൽ അവർ കൂടുതലായും സ്റ്റംപ് ലൈനിൽ തന്നെയാണ് പന്തെറിഞ്ഞത്. ബൗൺസറും യോർക്കറും അവർ നിരന്തരം പരീക്ഷിക്കുകയുണ്ടായി. ആ പന്തുകളിൽ വിക്കറ്റ് ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും രോഹിത്തും ഒക്കെ ഔട്ടായ പന്തുകൾ നോക്കിയാൽ അവരുടെ പേസിന്റെ വന്യത നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ നിരയിൽ ബുംറ ഒഴിച്ച് മറ്റു പേസർമാരൊക്കെയും കൂടുതലായും ഓഫ് സ്റ്റംപിന് പുറത്താണ് പന്തെറിഞ്ഞിട്ടുള്ളത്. ഇത് കാരണം ലൂസ് ബോളുകളിൽ ഓസീസ് ബാറ്റർമാർ അനായാസം റൺസ് കണ്ടെത്തുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ട്രാവിസ് ഹെഡൊക്കെ മികച്ച റൺസ് കണ്ടെത്തിയത് ഇങ്ങനെ തന്നെയാണ്. ഹർഷിത് റാണയൊക്കെ ശരിക്കും ഈ ടെസ്റ്റിൽ ഇന്ത്യയുടെ 3ാം പേസർ എന്ന രീതിയിൽ വലിയ പരാജയമായി മാറുകയുണ്ടായി. ഇനിയുള്ളത് ഇന്ത്യയുടെ ഫീൽഡിംഗ് മിസ്റ്റേക്കുകളാണ്. ഈ ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ, കൈവിട്ട ക്യാച്ചുകൾ ഇന്ത്യയെ ശരിക്കും അലട്ടി എന്ന് തന്നെ പറയാം. ട്രാവിസ് ഹെഡിന്റെ ക്യാച്ച് വിട്ടത് സെഞ്ചുറി അടിച്ച് ടീമിന് നെടുന്നൂടായി മാറിയാണ് അയാൾ ആഘോഷിച്ചത്. അപ്പോൾ മത്സരശേഷം രോഹിത് ശർമ്മ പറഞ്ഞത്, ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ഫലമാണിത്. മത്സരം വരുതിയിലാക്കാൻ പോകുന്ന പ്രകടനമൊന്നും ഞങ്ങൾ ഇന്ത്യൻ ടീം പുറത്തെടുത്തില്ല. ഓസ്ട്രേലിയ ഞങ്ങളെക്കാൾ നന്നായി കളിച്ചു. മത്സരത്തിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ പിടിച്ചെടുക്കാൻ ഒട്ടും സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിടിച്ചെടുക്കാൻ കഴിയുന്ന സമയങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. മുതലാക്കാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയ ഞങ്ങളെക്കാൾ മികച്ച ടീമായിരുന്നു. ഇനി ഗാബ ടെസ്റ്റിനായി ഞങ്ങൾ അതിനായി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടുതൽ സമയമില്ല. പെർത്തിൽ ചെയ്തത് തന്നെയാണ് ഗാബയിൽ ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് രോഹിത് ശർമ്മ മത്സരശേഷം പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. ഏതായാലും ഈ ഒരു മത്സരഫലം, ഈ ഒരു തോൽവിയോടെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വലിയ തിരിച്ചടിയാണ് പോയിന്റ് ടേബിളിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി ഓസീസിന്റെ കാര്യമാകട്ടെ, പെർത്ത് ടെസ്റ്റിലെ തോൽവിയോടെ 3ാം സ്ഥാനത്തേക്ക് വീണിരുന്ന അവർ ഈ ഒരു 1ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത്തവണ 1ാം സ്ഥാനം തിരിച്ചു പിടിച്ചപ്പോൾ 60.71 പോയിന്റ് ശതമാനമാണ് ഓസീസിനുള്ളത്. 14 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീമിന് 9 ജയവും 4 തോൽവിയും 1 സമനിലയുമാണുള്ളത്. സൗത്ത് ആഫ്രിക്കയാണ് രണ്ടാമതുള്ളത്. 9 മത്സരങ്ങൾ കളിച്ച ടീം 5 ജയമാണ് സ്വന്തമാക്കിയത്. അപ്പോൾ 1 സമനിലയും 3 തോൽവിയും അവരുടെ അക്കൗണ്ടിലുമുണ്ട്. അടുത്ത വർഷം ജൂണിലാണ് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ WTC ഫൈനൽ നടക്കാനിരിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യക്ക് ഇനി ശേഷിച്ചത് 3 ടെസ്റ്റുകൾ മാത്രമാണ്. മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് യോഗ്യത നേടണമെങ്കിൽ ഇനി മുന്നിൽ ഒറ്റൊരു വഴി മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയയുമായി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇനിയുള്ള മത്സരങ്ങൾ, ശേഷിച്ച 3 ടെസ്റ്റ് മത്സരങ്ങൾ, അതിൽ ഒന്നിൽ പോലും തോൽക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇനി പരമാവധി 1 ടെസ്റ്റിൽ സമനില വഴങ്ങിയാലും വലിയ ക്ഷീണമൊന്നും വരാൻ സാധ്യതയില്ല. ബാക്കിയുള്ള 3 ടെസ്റ്റിൽ 2 എണ്ണം ജയിക്കുകയും 1-ൽ ഇന്ത്യ സമനില വഴങ്ങുകയും ചെയ്താൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 60.52 ആയി മാറും. നിലവിലെ സാഹചര്യത്തിൽ ഫൈനലിലെത്താൻ ഇന്ത്യക്ക് അത് മതിയാകും. എന്നാൽ ഇനിയുള്ള 3 മത്സരങ്ങളിലും ജയിക്കാനായില്ലെങ്കിൽ ഫൈനലിനായി ഇന്ത്യക്ക് മറ്റ് ടീമുകളുടെ ഫലത്തെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ രോഹിത് ശർമ്മ യഥാർത്ഥ ഹിറ്റ്മാനായി മാറണം. IPL അടക്കം പാണന്മാർ പാടിപ്പുകഴ്ത്തിയ ആ ക്യാപ്റ്റൻസി മികവിലേക്ക് ഉയരണം. ബുംറയ്ക്കൊപ്പം സിറാജിന്റെയും അതുപോലെ റാണയുടെയും എല്ലാം പന്തുകൾ തീ തുപ്പണം. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കും.